ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ഇവിടെ പെഞ്ച് ഈസ്റ്റിലുള്ള ഒരു പഴയ ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ്. നല്ല അടിപൊളി ഒരു പള്ളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ജോബ് ക്രൈസിസ് ഇൻ UK. ഇത് ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പം ജോബ് ക്രൈസിസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോബ് വേക്കൻസീസ് UK ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം വാക്സിനേഷൻ്റെ ഒരു പുതിയ നിയമം ഗവൺമെൻറ് പാസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സീനിയർ കെയർ വിസയുടെ കുറേ സീരീസ് ചെയ്തിരുന്നു. അതിനകത്ത് കെയർ ഹോംസിലെ സ്റ്റാഫിന് ഡബിൾ ജാബ് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയിരുന്നു. അല്ലാത്തവർ റിസൈൻ ചെയ്യണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അതിനെ ഗവൺമെൻറ് കാണുന്നത് അത് കാരണം ഒരുപാട് ആൾക്കാർ വാക്സിനേഷൻ എടുത്ത് എന്നാണ്. പക്ഷേ അതിൻ്റെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ അത് കാരണം ഒരുപാട് ആൾക്കാർ റിസൈൻ ചെയ്തു എന്ന് കെയർ ഹോം മാനേജേഴ്സ് അവരവരുടെ ബ്ലോഗിലും അവരവരുടെ ഒരു വിഷമം കാണിക്കുന്ന ഒരുപാട് ന്യൂസും നമ്മൾ ഇവിടെ UK കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു നിയമം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ വരുമെന്ന്. NHS വർക്കർ, NHSലെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, കെയറേഴ്സും സ്റ്റാഫ് നേഴ്സസും എല്ലാവരും പേഷ്യൻറ്റിനോട് ഫേസ് ടു ഫേസ് കെയർ കൊടുക്കുന്ന എല്ലാ സ്റ്റാഫും നിർബന്ധമായും 2 വാക്സിൻസും എടുക്കണം. അത് ഏപ്രിൽ മുന്നേ തന്നെ എടുക്കണം എന്നൊരു പുതിയ നിയമം ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രതിഷേധമായിട്ട് ഒരുപാട് നേഴ്സസും ഹെൽത്ത് കെയർ വർക്കേഴ്സും മുന്നിൽ വന്നിട്ടുണ്ട്. അത് പിന്നെ വീണ്ടും ഇവിടെ ഒരു ട്രേഡ് യൂണിയൻസ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി NHSൽ ഓൾറെഡി സ്റ്റാഫ് ഷോർട്ടേജ് ഒരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വാക്സിൻ എടുക്കാൻ താല്പര്യമില്ലാത്തവർ ഈ ജോബ് റിസൈൻ ചെയ്യും. അപ്പോൾ ഒരുപാട് വീണ്ടും NHSൽ വർക്ക് ഫോഴ്സിൻ്റെ ഒരു ക്രൈസിസ് വീണ്ടും NHS നേരിടാൻ പോവുകയാണ്. The reason for resignation by the NHS staff, especially the nurses, is the salary. So the government announced 3% pay rise, which most of the staffs and unions are not happy with. അപ്പോൾ ഈ ഒരു 3% pay rise the amount of work nurses ചെയ്യുന്നതിന് വರ್ತല്ല. അപ്പോൾ എസ്പെഷ്യലി കോവിഡ് ക്രൈസിസിൽ ജസ്റ്റ് ക്ലാപ്സ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. സാലറി ഇൻക്രിമെൻ്റ് ഒന്നും അതിന് അനുസരിച്ച് കിട്ടിയില്ല. കമ്പയർ ടു ദ കൺട്രീസ് ലൈക്ക് ഓസ്ട്രേലിയ, US കൊടുത്തിരുന്ന ആ ഒരു കമ്പാരിറ്റീവ്ലി ഒരു അപ്രിഷ്യേറ്റ് ചെയ്തില്ല വർക്ക് എന്ന് പറഞ്ഞൊരു എലിഗേഷൻസ് ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ നഴ്സസിന് ഹോസ്പിറ്റലുകളിൽ ഫ്രീ പാർക്കിങ്സ് ഇല്ല. പാർക്കിംഗ് ചെയ്തപ്പോൾ ഫൈനുകൾ കിട്ടി. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം ആ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറി ഇവിടെ കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇതാണ് ഒരു ഹോസ്പിറ്റൽ ബെഡ്സിൻ്റെ ഒരു അതുപോലെ തന്നെ സ്റ്റാഫിംഗ് ക്രൈസിസ് കൂടുന്നതനുസരിച്ചിട്ട് തന്നെ UK നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിലിറ്റി ഫോർ സിക്ക് പേഷ്യൻ്റ് കുറവാണ് കമ്പയർ ടു ജർമ്മനി ആൻഡ് സ്പെയിൻ. അതിൻ്റെ ഒരു ചെറിയൊരു ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. BBC ന്യൂസിൻ്റെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പം ദ നമ്പർ ഓഫ് ബെഡ്സ് കുറവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഏപ്രിൽ വരെയുള്ളൊരു സമയം കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്രിസ്മസ് ക്രൈസിസ് അല്ലെങ്കിൽ ഒരു വിൻ്റർ ക്രൈസിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന് മുന്നേ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റിസൈൻ ചെയ്യും. അത് ക്രിസ്മസിൽ ഇവിടെ ഫ്ലൂവിൻ്റെ സീസൺ ഉണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽസ് എല്ലാം ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു സമയമാണ് വിൻ്റർ സെഷൻ സമയത്ത്. അപ്പം അന്നേരം ഒരുപാട് സ്റ്റാഫ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽത്ത് കെയറിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഏപ്രിൽ വരെ ഒരു ടൈം വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ ഗവൺമെൻറ് പറയുന്നത് പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വാക്സിനേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിന് അഗെയിൻ സ്റ്റാഫ്സും ട്രേഡ് യൂണിയൻസും അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് അവർ പറയുന്നത് സ്റ്റാഫ് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പേഷ്യൻസിന് കെയർ കോംപ്രമൈസ് ആവുമല്ലേ സ്റ്റാഫ് ഷോർട്ടേജ് ആണെങ്കിൽ. അപ്പം അതിനെപ്പറ്റി എന്താണ് പോളിസി മേക്കേഴ്സ് ചിന്തിക്കാത്ത എന്നുള്ളൊരു ഡിബേറ്റ് നടക്കുകയാണ്. അപ്പം അഗെയിൻ ഈ ഒരു വാക്സിനേഷൻ റൂൾ വന്നതുകൊണ്ട് കെയർ ഹോംസിൽ ഒരുപാട് വേക്കൻസീസ് വരും. കാരണം ഒരുപാട് ആൾക്കാർ റിസൈൻ ചെയ്തു ഓൾറെഡി. അതുപോലെ തന്നെ NHSലും ഇപ്പോൾ ഒരുപാട് നേഴ്സസ് റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂടെയുള്ള കുറേ കൊളീഗ്സും പറയുന്നുണ്ട് അവർക്ക് താല്പര്യമില്ല വാക്സിനേഷൻ എടുക്കാൻ, അപ്പോൾ അവർ റിസൈൻ ചെയ്യും എന്ന്. അപ്പോൾ ഇത് അഗെയിൻ ഒരു വലിയ ഒരു സ്റ്റാഫ് ക്രൈസിസിലേക്ക് NHSനെ തള്ളിവിടുവാണ്. ഹെൽത്ത് സെക്ടർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി UK ഇപ്പം നമുക്കറിയാം വേക്കൻസീസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മെയിൻ പ്രയർ സെക്ടേഴ്സ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് മെയിൻലി ട്രക്ക് ഡ്രൈവേഴ്സാണ്. അവരുടെ വേക്കൻസീസ് ഫില്ലാകുന്നില്ല. അതിൻ്റെ കൂടെ സെക്കൻഡറി ടീച്ചേഴ്സ്, ഷെഫ്സ്, അത് കഴിഞ്ഞ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ബോത്ത് കെയർ സ്റ്റാഫ്, കെയറേഴ്സ് ഓർ NHS നേഴ്സസിൻ്റെ വേക്കൻസി ഒരുപാടുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ക്രൈസിസ് അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ക്രൈസിസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെൻറ് ഇതുപോലുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നുകൂടി
ഒന്നുകൂടി കൂടുതൽ സ്റ്റാഫ് ക്രൈസിസിന് വഴി ഒഴുക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇതിൽ ബോറിസ് ജോൺസൺ ഒരു ഹിൻഡ് തന്നിരുന്നത്, പ്രൈം മിനിസ്റ്റർ ഓഫ് UK പറഞ്ഞിരുന്നു, അവരൊരു ചീപ്പ് ലേബേഴ്സിനെ അല്ലെ ഒരുപാട് ഇമിഗ്രൻസിനെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ ഒരു ക്വാളിറ്റി ഓഫ് സർവീസാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള സ്റ്റാഫിനെ തന്നെ ക്യാപ്പബിൾ ആക്കിയിട്ട് അല്ലെ അവരെ ട്രെയിൻ ചെയ്തിട്ട് ഡ്രൈവേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് എടുത്തിട്ട് വേക്കൻസീസ് ഫിൽ ചെയ്യാം. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നറിയത്തില്ല. അതിൻ്റെ ഒരുപാട് പ്രഷർ ഗവൺമെൻറ്റിൻ്റെ മുകളിലുണ്ട്. പുറത്തുള്ള ആൾക്കാർ ഒരുപാട് എടുക്കണം, അല്ലെങ്കിൽ ഈ സ്റ്റാഫ് ഷോർട്ടേജ് എത്രയും പെട്ടെന്ന് ഫിൽ ചെയ്യണം എന്നുള്ളത്. എന്തായാലും ഇത് എവിടം വരെ കാര്യങ്ങൾ പോകുമെന്നും ഇത് എവിടം വരെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് കണ്ടറിയാം. ഏതായാലും ഇവിടെ പ്രാക്ടിക്കൽ ഡാറ്റ അല്ലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്ന വേറൊരു കാര്യങ്ങളാണ്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഇൻഡിക്കേഷൻസ് വേറെ ഒന്നാണ്. അപ്പോൾ രണ്ടും ഒരു കോൺട്രാഡിക്ടറി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എനിവേ, എന്താണേലും UK വേക്കൻസീസ് ഡേ പെർ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫ് ക്രൈസിസ് കൂടുകയാണ്. ക്രിസ്മസ് വരാൻ പോവുകയാണ്. അപ്പം വിൻ്റർ പ്രഷർ സ്പെഷ്യലി ഹെൽത്ത് സെക്ടറിനെ മറ്റുള്ള ഹോസ്പിറ്റാലിറ്റി സെക്ടറിനെ ഒരുപാട് ബാധിക്കും സ്റ്റാഫ് ഷോർട്ടേജ് കാരണം. അത് എന്തൊക്കെയായി തീരും എന്ന് നമുക്ക് ഏതായാലും കണ്ടറിയാം. ഇതുപോലുള്ള ഇനിയും അപ്ഡേറ്റ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.